നമസ്കാരം, ഞാൻ ദിവ്യ. തിരുക്കുറലിലെ ധർമ്മപ്രകരണത്തിലെ കടവുൾ വാഴ്ത്തുന്നറിയപ്പെടുന്ന ദൈവസ്തുതിയിലെ ഒരു കുറലാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രപഞ്ചം ആരംഭിക്കുന്നത് തന്നെ ഈശ്വരൻ നിന്നാണ്. സർവചരാചരങ്ങൾക്കും ഈശ്വരൻ തന്നെയാണ്. പ്രപഞ്ചത്തിലെ ശക്തിയും ചൈതന്യവും ഈശ്വരനാണ്. ആ ഈശ്വരനെ വാഴ്ത്തപ്പെടുന്ന ഒരു സ്തുതിയാണ് ദൈവസ്തുതി അല്ലെങ്കിൽ കടവുൾ വാഴ്ത്തെന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറലിലോട്ട് പോകാം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ പറയണം, ഓക്കെ? അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുഖത്തെ ഉലകു. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. ഇല്ലാത്ത അക്ഷരമാലകളില്ലാത്തതുപോലെ ഈശ്വരനില്ലാത്ത പ്രപഞ്ചവും ഇല്ല. ഇതാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് അകര മുതല എഴുത്തെല്ലാം ആദി ഭഗവൻ മുഖത്തെ ഉലകു. ഞാൻ കൂടുതലായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ആകാരം എന്ന് പറയുന്നത് മൂലസ്വരമാണ്. പ്രപഞ്ച വസ്തുക്കൾക്ക് ഈശ്വരൻ മൂലകാരണവുമാണ്. ആകാരത്തെ ജ്ഞാനികൾ പരബ്രഹ്മമായി ഉപമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ ആകാരത്തെ ഈശ്വരനോട് ഉപമിച്ചിരിക്കുന്നു. ലോകത്തിൽ മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും ഈശ്വര കൃപയാണ്. ഈശ്വര ശക്തി ഒരു മഹാസാഗരം പോലെയാണ്. ആ മഹാസാഗരത്തിൽ മനുഷ്യന്റെ അഹംഭാവവും അഹങ്കാരവും ഒരു നീർക്കുമിള പോലെയാണ് എന്ന സന്ദേശമാണ് ഈ കുറലിലൂടെ വ്യക്തമാക്കുന്നത്. இப்போ இதோட மீனிங் தமிழ்ல சொல்லாமா? உலகத்திலே எல்லா மொழியிலுமே ஆதான் முதல் எழுத்து. அது மாதிரிதான் இந்த பிரபஞ்சத்துல கடவுள் தான் முதல். அதுதான் இந்த குறள் உங்களுக்கு കാണിക്കുന്നത്. അടുത്ത കുറലുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം. ഞാൻ ദിവ്യ, സൈനിങ് ഓഫ്.